സീരിയസ് ആയിട്ടൊന്നും കാണുന്നില്ല. ഡോക്ടർ, യഥാർത്ഥത്തിൽ എനിക്ക് ശരീരത്തിനല്ല മനസ്സിനാണ്. ശരിക്കു പറഞ്ഞാൽ ഞാൻ ഡോക്ടറെ വിളിപ്പിച്ചത് ചികിത്സിക്കാനല്ല, ഒന്ന് പരിചയപ്പെടാനാണ്. പേരും പെരുമയുള്ള ഡോക്ടർമാർ ഇവിടെ ഉള്ളപ്പോ കോടീശ്വരനായ അങ്ങനെക്ക് ആളയച്ചതിൽ അത്ഭുതമാ തോന്നിയത്. അതെന്താ, നിങ്ങൾ ഡോക്ടറല്ലേ? സാർ, ഞാൻ സാധുക്കളുടെ ഡോക്ടറെന്ന് പുച്ഛത്തോടുകൂടി ആളുകൾ എന്നെ വിളിക്കുന്നത്. ഞാൻ പണത്തിനും പബ്ലിസിറ്റിക്കും വേണ്ടി ചികിത്സിക്കാറില്ല. ഡോക്ടർ, നിങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമായി. കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട്? ഞാനും ഭാര്യയും. ഞങ്ങൾക്ക് മക്കളില്ല. മക്കളുടെ സ്ഥാനത്ത് ആരോരുമില്ലാത്ത രണ്ടുപേരെ കൂടി ഞങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. അതാരാ? മേരിയും മകളും. മേരിയെ അങ്ങ് കണ്ടിരിക്കും. അങ്ങയുടെ അനാഥ മന്ദിരത്തിൽ തന്നെയാണ് അവർ ജോലി ചെയ്യുന്നത്. കണ്ടിരിക്കും, ഞാൻ ഓർക്കുന്നില്ല. മേരി പാവമാണ് സർ. അവളുടെ അപ്പൻ ആന്റണി മഹാമുരടനായിരുന്നു. അവളൊരുത്തനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞ് അവനെ തല്ലിക്കൊന്നിട്ട് ആന്റണി ജയിലിൽ പോയി. എന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച മേരിയെ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് രക്ഷിക്കാൻ കഴിയും. ഇപ്പൊ മേരിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. എന്താണ്? എങ്ങനെയെങ്കിലും മകളെ പഠിപ്പിച്ച് വലിയൊരു നിലയിലെത്തിക്കണം. അതിനുവേണ്ടി മേരി രാപകൽ പാടുപെടുകയാണ്. ആ കുട്ടിയുടെ പഠിത്തത്തിനു വേണ്ടി എന്നാലാവുന്നതെല്ലാം ഞാനും ചെയ്യുന്നുണ്ട് സർ. ഡോക്ടർക്ക് അപ്പൊ നല്ല പ്രാരബ്ധമാണല്ലോ. എല്ലാം അങ്ങ് നടന്നു പോകുന്നു സർ. ഇതാ ഡോക്ടർ. ഇതെന്തിനാണ് സർ? ഇതിരിക്കട്ടെ. ഇന്നു മുതൽ എന്നെയും ഡോക്ടർ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് കണക്കാക്കിയാണ്. വാങ്ങിക്കൂ ഡോക്ടർ. ഡോക്ടർക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. എന്ത് വിഷയമുണ്ടെങ്കിലും എന്നെ അറിയിക്കണം. വളരെ ഉപകാരം സർ. ജോർജ്, ഡോക്ടറുടെ വീട്ടിൽ താമസിക്കേണ്ടത് പേരെന്താ പറഞ്ഞത്? മേരിയും മകളും. ആ, വെരി ഗുഡ്. ഇത് മേരിക്കും മകൾക്കും കൂടി. ശരി സർ. ജോർജ്, ഡോക്ടർ നമ്മുടെ കാറിൽ വീട്ടിൽ വിടാൻ പറയും. അപ്പോ ഞാൻ ഇറങ്ങട്ടെ സർ. ശരി. അല്ല, ഡോക്ടറാണോ? എന്താ കണ്ടിട്ട് മനസ്സിലായില്ലേ? അല്ല, കുടിലുകൾ തോറും കയറി നടക്കുന്ന ഡോക്ടറെ ഇവിടെ വെച്ച് കണ്ടാ ചോദിച്ചത്. നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ ഫാദർ ജോണിന്റെ ദീർഘകായ പ്രതിമ സ്ഥാപിക്കാൻ ഞങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നടക്കട്ടെ നടക്കട്ടെ. ഗുഡ് മോർണിംഗ്. അവിടെ വെച്ചേക്കൂ. നിനക്ക് എന്ത് വേണം? ഐ ആം പൊന്നൻ. ഐ ആം ചിന്നൻ. നിങ്ങൾ എന്തിനു വന്നതെന്നാ ചോദിച്ചത്? സാർ, ഇന്നലെ പള്ളിവളപ്പിൽ പാതിരാത്രി സമയത്ത് ഒരു ഭയങ്കര ശബ്ദം. ഫാദർ ജോൺ ശവക്കലറ പൊട്ടിത്തെറിച്ച് ഉയർത്തെഴുന്നേറ്റു സാർ. ക്രിസ്തു ശിഷ്യന്മാരുടെ മുമ്പിൽ വന്ന പോലെ പാതിരിയച്ഛൻ ഞങ്ങളുടെ മുമ്പിൽ വന്നു. ഓ ഫാദർ. എന്നിട്ട് എന്റെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ ഇവിടെ ആരുമില്ലേടാ എന്ന് ചോദിച്ചു. ഞാനും പൊന്നനും ചാടി എഴുന്നേറ്റ് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഫാദറിന് നിങ്ങളോട് വലിയ സ്നേഹമാണെന്ന് തോന്നുന്നല്ലോ. അദ്ദേഹത്തിന്റെ മടിയിൽ കിടന്നാണ് ഞങ്ങൾ മരിച്ചത്. അല്ല, അദ്ദേഹം ഞങ്ങളുടെ മടിയിൽ കിടന്നാണ് മരിച്ചത്. പ്രതിമയുണ്ടാക്കാനുള്ള പണത്തിനായി നിങ്ങൾ വില്യം ഡിക്രൂസിനെ കാണുക എന്ന് അദ്ദേഹം പറഞ്ഞു. അതനുസരിച്ചാണ് ഞങ്ങൾ പുതിയ ബജറ്റുമായി വന്നിരിക്കുന്നത്. 10,000 രൂപ 95 പൈസ. അതിൽ കൂടുതൽ ഒരു നയാ പൈസ ഞങ്ങൾക്ക് വേണ്ട. വി ആർ ഫ്രോഡ്. നോ, വി ആർ ഫ്രാങ്ക്. ഫാദർ ജോണിനോട് നിങ്ങൾക്ക് ബഹുമാനമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ നിങ്ങൾ പ്രവൃത്തിയിൽ കാണിക്കുകയാണ് വേണ്ടത്. തീർച്ചയായും സർ. അതുകൊണ്ടല്ലേ ഞങ്ങൾ അദ്ദേഹത്തെ പോലെ കല്യാണം കഴിക്കാതെ കുടുംബാസൂത്രണം ചെയ്യിച്ചത്. നിങ്ങൾക്ക് പോകാം. അപ്പൊ പ്രതിമ? ഫാദർ ജോണിനെ ചലനമില്ലാത്ത ഒരു പ്രതിമയായി സ്ഥാപിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. ചലിപ്പിക്കാൻ സാർ. അദ്ദേഹത്തിന്റെ പ്രതിമ ചെയ്യിച്ച് ഞങ്ങൾ കൈ കൊണ്ട് നടന്നോളാം. ജോർജ്, ഇക്കാലത്ത് നല്ല കാര്യം ചെയ്യണമെങ്കിൽ വല്ല റെക്കമെൻഡേഷൻ ചെയ്തേ പറ്റൂ. ജോർജ് വന്ന് റെക്കമെൻഡേഷൻ നടത്തുന്നതിന് മുമ്പേ നമുക്കങ്ങ് വലിയ എടിഹാരം എടി ഉണ്ട്. ഡോക്ടർ വന്നു. അദ്ദേഹത്തിന് എന്താ അസുഖം? പറയത്തക്ക അസുഖമൊന്നുമില്ല മേരി. പിന്നെ വലിയ ഉത്തരവാദിത്തമുള്ള ആളല്ലേ. റെസ്റ്റ് എടുക്കാത്തതിന്റെ കുഴപ്പമാണ്. ഞാൻ ആകെ ഭയന്നുപോയി. മേരിക്ക് അദ്ദേഹത്തോടും അദ്ദേഹത്തിന് മേരിയോടുമുള്ള സ്നേഹം കാണുമ്പോൾ നിങ്ങൾ ഏതോ ജന്മത്തിൽ അപ്പനും മകളുമായിരുന്നാ എനിക്ക് തോന്നുന്നത്. എനിക്ക് അദ്ദേഹം അപ്പച്ചൻ തന്നെയാണ് ഡോക്ടർ.
ആ ഇത് മേരിക്കും ട്രീസമോൾക്കും വേണ്ടി അദ്ദേഹം തന്നയിച്ചതാ. ട്രീസമോളെ, ഹായ്, നന്നായിരിക്കുന്നു. ഇത് എവിടുന്നാണ് അമ്മേ? ബിക്രൂസ് അദ്ദേഹം തന്നയിച്ചതാ മോളെ. ഈ സാരി കൊള്ളാലോ. നീ എന്തിനാ അതൊക്കെ എടുക്കുന്നത്? അത് മേരിക്കും ട്രീസയ്ക്കും വേണ്ടി ഉള്ളതാ. ബേബിക്ക് ഇഷ്ടമുള്ള സാരി എടുത്തിട്ട് ഞങ്ങൾക്ക് തന്നാ മതി. വേണ്ട മേരി, എനിക്കിന്ന് കൈ നിറയെ പണം കിട്ടിയ ദിവസമാണ്. അവൾക്ക് ആവശ്യമുള്ള സാരി ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. ആ മോളൊരു കാര്യം ചെയ്യും, ഇതെടുത്ത് അകത്ത് വെക്കും. സാർ, എന്താ മാരി ടീച്ചർ മേരി ടീച്ചർ സാറിനെ കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയൂ. യെസ് സർ. മേരി, അപ്പച്ച, വാ മോളെ. മോളെ, പൊന്നുമോളെ, ഇങ്ങോട്ടിരിക്കൂ. ട്രീസമോളെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ. അവള് കോളേജിൽ പോയിരിക്കുക. അപ്പച്ചന് അസുഖമാണെന്ന് അറിഞ്ഞപ്പോ അപ്പച്ചനെ വന്നു കാണാൻ എന്റെ മനസ്സ് തുടിക്കുകയായിരുന്നു. എനിക്കൊരു അസുഖമില്ല മോളെ. ഞാൻ ഡോക്ടറെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എങ്ങനെയെങ്കിലും നിന്നെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പച്ചൻ എത്ര നാൾ ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും? കഴിയുന്നതുവരെ. ഈ ജന്മത്തൊരിക്കലും അപ്പച്ചനെ കാണാൻ ഒക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിന്നെ കാണുമെന്ന് ഞാനും വിചാരിച്ചില്ല. ദൈവം എനിക്കും നിനക്കും പുനർജന്മം തന്നെങ്കിലും ഒരു ദുഃഖം മാത്രമാണ് മോളെ അപ്പച്ചനെ എപ്പോഴും അലട്ടുന്നത്. എന്താണ് അപ്പച്ച? എനിക്ക് കോടിക്കണക്കിന് പണമുണ്ടായിട്ടും ഒരേ ഒരു മകളായ നിന്നെ സഹായിക്കാൻ കഴിയുന്നില്ല. എന്തെങ്കിലും ചെയ്തു പോയാൽ ഞാൻ ആരാണെന്ന സത്യം പോലീസിന് മനസ്സിലാകും. എനിക്കൊന്നും വേണ്ട അപ്പച്ച. അതുപോട്ടെ, എന്നെ കഴിക്കാൻ എന്താ വേണ്ടത്? എന്ത് വേണമെങ്കിലും ഇവിടെയുണ്ട്. പക്ഷേ നിന്റെ അപ്പച്ചൻ ഇപ്പോഴും പഴയ കഞ്ഞി തന്നെയാണ് കുടിക്കുന്നത്. എനിക്കും ആ കഞ്ഞി മതി അപ്പച്ച. നോ 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 നോ, നീ ഇപ്പൊ ഒരു മൾട്ടി മില്യണറുടെ മകളാണ്. ഇല്ല അപ്പച്ച, ഞാൻ അന്നും ഇന്നും പള്ളിമുറ്റത്തെ ജോലിക്കാരനായിരുന്ന ആന്റണിയുടെ മകൾ തന്നെയാണ്. അപ്പച്ചൻ കഴിക്കുന്ന ഈ കഞ്ഞി എനിക്ക് അമൃതനേക്കാൾ വലുതാണ്. മോളെ, കുടിക്കുമോളെ, കുടിക്കുമോളെ.